ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ വേറൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. പുതിയൊരു സ്റ്റിച്ചുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് റേസ്ഡ് കപ്പ് സ്റ്റിച്ച് ആണ്. ഇച്ചിരി സമയം എടുക്കുന്ന ഒരു സ്റ്റിച്ചാണ്. പക്ഷെ കുഷൻ കവേഴ്സിൽ അങ്ങനെയുള്ള ഡെക്കറേറ്റീവ് പീസസിലൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സ്റ്റിച്ചാണ്. സാരിയിൽ തയ്ക്കാൻ പറ്റില്ല എന്നല്ല, സാരിയിലും തയ്ക്കാം. പക്ഷെ കുറച്ചും കൂടെ എംപോസ് ചെയ്തിരിക്കുന്ന വർക്ക് ആയതുകൊണ്ട് കുഷൻ കവേഴ്സ് അങ്ങനെയുള്ള ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തയ്ക്കാനാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ സ്റ്റിച്ച് ഏതെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത ദിവസം ഉടനെ വരുന്ന വീഡിയോയിൽ തന്നെ നമ്മളത് ട്യൂട്ടോറിയൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് റേസ്ഡ് കപ്പ് സ്റ്റിച്ച് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിൽ വരച്ചതിൽ ഇത്തിരി മിസ്റ്റേക്ക് വന്നു. മെയിലൊരു ട്രയാങ്കിൾ വരച്ചതിൻ്റെ ഇച്ചിരി ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വെറുതെ പെൻ വെച്ച് വരച്ചേക്കുന്നത്. അതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാനുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെം സ്റ്റിച്ചല്ല തയ്ക്കാൻ പോകുന്നത്, ബാക്ക് സ്റ്റിച്ചാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പം ബാക്ക് സ്റ്റിച്ച് ആർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിന് ഞാൻ 3 strands ആണ് എടുത്തിരിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ താത്തും. ആ സെയിം ഡിസ്റ്റൻസ് തന്നെ എന്തോരം ഡിസ്റ്റൻസ് അങ്ങോട്ട് എടുത്തോ അതുപോലെ തന്നെ മുമ്പിൽ കുത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സെയിം ഹോളിൽ തന്നെ താത്തുക. വീണ്ടും ഈ സെയിം ഹോളിൽ നിന്ന് മുന്നോട്ട് സെയിം ഡിസ്റ്റൻസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട്. അങ്ങനെയാണ് നമ്മൾ തയ്ച്ച് പോണത്. ഇതുപോലെയാണ് തയ്ച്ച് പോണത്. അപ്പോൾ ഇത് 6 strandsലും തയ്ക്കാം, 3 strandsലോ എത്ര സ്ട്രാൻഡ്സിൽ വേണമെങ്കിലും തയ്ക്കാം, കുഴപ്പമില്ല. അതിപ്പം ഞാൻ ഫ്ലവേഴ്സൊക്കെ 6 strandsലാണ് തയ്ക്കുന്നത്. വേണമെങ്കിൽ 6 strands ആണെങ്കിലും തയ്ച്ചെന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റെം എല്ലാം നമുക്ക് തയ്ച്ചെടുക്കണം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റെമ്മിൻ്റെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷനാണ്, ഇവിടെയാണ് ഫ്ലവറിൻ്റെ ഇത് വരുന്നത്. നമ്മൾ തയ്ക്കുന്നത് ഈ ഒരു ട്രയാങ്കിളാണ്. താഴത്തോട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ താഴെ കാണുന്ന നമുക്ക് പച്ച കളർ കാണുന്നില്ല, എല്ലാ ഫ്ലവറിൻ്റെ ആ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന പൊസിഷൻ, അതാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഫില്ല് ചെയ്യാണ് എടുത്തിട്ട് നമ്മൾ താത്തി ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്യാണ്. ഇത് അടുപ്പിച്ച് തയ്ച്ചാൽ മതി. അപ്പം ഇത് നിങ്ങൾക്ക് കാണാം, ബോട്ടം നാരോ ആയിട്ടും മേലത്തെ പോർഷൻ നല്ല ബ്രോഡായിട്ടുമാണ്. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ തന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് വരും. അപ്പോൾ നമ്മൾ അതിന് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ ഉള്ളിലെന്ന് വെച്ചാൽ ഫുൾ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇവിടം വരെ തയ്ക്കത്തുള്ളൂ. താഴത്തോട്ട് സെയിം പോയിന്റിൽ താത്താണ്ട് ഇവിടെ താത്തുക. അങ്ങനെ ഫില്ല് ചെയ്താൽ മതി. പിന്നെ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ആദ്യം സെൻറ്ററിൽ കുത്തുക. 2 സൈഡും സെൻറ്ററും കുത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്നുവെച്ചാൽ ഡിവൈഡ് ചെയ്യുക, പോർഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫില്ല് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവറിൻ്റെയും താഴത്തെ പോർഷൻ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറാണ് തയ്ക്കാൻ പോണത്. അത് തയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് റേസ്ഡ് കപ്പ് സ്റ്റിച്ചാണ്. അത് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന സ്റ്റിച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ ഔട്ട്ലൈനാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ തയ്ക്കുന്നത് ഇവിടെ നിന്ന്
ഇങ്ങനെ സ്ട്രെയിറ്റ് എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ വരച്ച് അതുപോലെ തന്നെ കൃത്യം പോയിന്റിൽ തന്നെ എടുക്കുക, താത്തുക. ഇത് 6 strands ഇട്ടിട്ടാട്ടോ തയ്ക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ. നമ്മൾ ഔട്ട്ലൈൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഈ ഒരു പോർഷനിലാണ് നമ്മൾ എടുക്കുന്നത്, കുത്തിയെടുക്കുകയാണ് ഇവിടെ പോയിന്റിലെടുത്തിട്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാൻ ട്വിസ്റ്റ് ചെയ്യണം ഫ്രെയിം. ഇനി നമ്മൾ ഇവിടുന്ന് ഈ തയ്ച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ പാസ് എടുക്കുന്നു. ട്വിസ്റ്റ് ചെയ്തിട്ട് ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ വെച്ചിട്ട് ഈ മേളിലുള്ള ത്രെഡ് ഈ നീഡിലിൻ്റെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ്. അതൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നീഡിൽ വയ്ക്കുന്നു. ഈ ത്രെഡ് നീഡിലിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇതുമാതിരി ഇങ്ങനെ ആക്കുന്നു. വലിച്ചെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നത് ഇത് ഓവർലാപ്പ് ചെയ്ത് വരരുത്. കൃത്യം അടുത്ത സ്ഥലത്ത് തന്നെ വരാമുള്ളൂ, ആദ്യം തയ്ച്ചതിൻ്റെ മേളിൽ വരരുത്. വീണ്ടും ഇതുപോലെ തന്നെ ഇതിങ്ങനെ ഈ ബാറ് ഫുള്ളും ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ച് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്യുക. ഇതും എല്ലായിടത്തും ഇതുപോലെ തന്നെ ചെയ്യുക. വളരെ സിമ്പിളാണ്. ഓവർലാപ്പ് ചെയ്ത് വരരുതെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ആ ഫിനിഷിങ് പോകും. അതൊന്ന് സൂക്ഷിക്കണം. അടുപ്പിച്ചാക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു അകൽച്ചയുണ്ട്, ഒന്ന് അടുപ്പിച്ചാക്കി കൊടുക്കുക. അങ്ങനെ ഇത് ഫുള്ളും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ആ ഒരു ലൈൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചു പോകാം, അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ ത്രെഡ് തീർന്നു, അതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ഒരു പോർഷനും അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇതിപ്പം ഇങ്ങനെ എയറിലല്ലേ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് തുണിയായിട്ട് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ നമ്മൾ ബൂളിയൻ നോട്ടൊക്കെ ചെയ്യുമ്പോൾ ഉടക്കി വെക്കുന്ന പോലെ ഈ സെയിം കളർ ത്രെഡ് വെച്ചിട്ട് 3 സൈഡും ഒന്ന് ഉടക്കി വെക്കുകയും ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് യെല്ലോ കളർ ത്രെഡാണ്. അതിൻ്റെ അകത്ത് അതും 6 strands ആണ്. ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ എന്ത് യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. പൂമ്പൊടി പോലെ കാണണമെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ടായിരിക്കും എപ്പോഴും നല്ലത്. ഇതുപോലെ അടുപ്പിച്ച് ഫുള്ളും ഫ്രഞ്ച് നോട്ട് എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. എല്ലാ ഫ്ലവേഴ്സും അതുപോലെ ചെയ്യാം. ഇത് കളർ കോമ്പിനേഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ പുറത്ത് ഉള്ളതിനേക്കാളും ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഡാർക്കറോ ലൈറ്റർ ഷെയ്ഡ് ഇട്ടിട്ട് നമ്മൾ പൂമ്പൊടിയും തയ്ക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി വരും. ബഞ്ചായിട്ട് ഈ ഒരു ഫ്ലവർ ബഞ്ചായിട്ട് ഇങ്ങനെ കൂടി തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇതും നേരത്തെ കാണിച്ച സ്റ്റിച്ച് പോലെ തന്നെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണെന്ന് വെച്ചാൽ ഓരോ ബാറിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, ഔട്ട്ലൈൻ കൊടുക്കണം. ഈ ട്രയാങ്കിൾ റേസ്ഡ് കപ്പ് സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഞ്ച് നോട്ടും എല്ലാം കഴിയുമ്പം ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ ത്രെഡും കൺസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്.
അപ്പോൾ ഇതുപോലെയാണ് റേസ്ഡ് കപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇച്ചിരി ഓവർലാപ്പിംഗ് ഞാൻ തയ്ച്ചതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് തയ്ച്ച് വെച്ചാൽ മതി, ഓവർലാപ്പ് ചെയ്യാണ്ട്. കുറച്ച് സമയം എടുത്ത് വേണം അത് ചെയ്യാനായിട്ട്, വലിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഇതുപോലെ ഒരു ഫ്ലവർ ബഞ്ചൊക്കെ തയ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയൊരു സ്റ്റിച്ചുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.